ഷൈനിബിന്ദുസ് വേൾഡ്. എങ്ങനെ നമുക്ക് ഇന്നൊരു സ്കിൻ വൈറ്റനിങ് ഉപ്റ്റൻ സോപ്പ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഉപ്റ്റൻ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കിയായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് ഇത് വെച്ചൊരു ഉപ്റ്റൻ സോപ്പ് ഉണ്ടാക്കാമെന്ന്. അപ്പം എത്രയൊക്കെ പറഞ്ഞാലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള കഷ്ടമായിട്ട് വിചാരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഉപ്റ്റൻ സോപ്പ് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ഉപ്റ്റൻ പൗഡർ വെച്ച് ഈ സോപ്പ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു സ്കിൻ ബ്രൈറ്റനിങ് ബെനിഫിറ്റ്സും ടാൻ റിമൂവ് ചെയ്യാനും ഒക്കെ ഈ സോപ്പ് സഹായിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാണെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെയാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് ഗോട്ട് മിൽക്ക് ബേസും എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്ലിസറിൻ ബേസും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് 50 ഗ്രാം ഗ്ലിസറിൻ ബേസും 50 ഗ്രാം ഗോട്ട് മിൽക്ക് ബേസും എടുത്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഗോട്ട് മിൽക്ക് ബേസ് മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഗ്ലിസറിൻ ബേസ് മാത്രമായിട്ടും എടുക്കാം. അപ്പോൾ 50 ഗ്രാം ഗ്ലിസറിൻ ബേസും 50 ഗ്രാം ഗോട്ട് മിൽക്ക് ബേസും. അപ്പോൾ നിങ്ങളെപ്പോഴും ബേസൊക്കെ വാങ്ങുമ്പോൾ പാരബണും സൾഫേറ്റും പാം ഓയിലും ഒക്കെ ഫ്രീ ആയിട്ടുള്ള ബേസ് വാങ്ങുക. കാരണം നമ്മൾ വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞ് വാങ്ങുമ്പോൾ അത് പാരബണും സൾഫേറ്റും ആയ കെമിക്കലൊക്കെ അടങ്ങിയിട്ടുള്ള അതുപോലെ പാം ഓയിലൊക്കെ അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. നിങ്ങൾ കുറച്ച് വില കൂടിയാലും നമുക്ക് കുറച്ച് ക്വാളിറ്റി, നമുക്ക് ബെസ്റ്റ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണമെങ്കിൽ പാരബണും സൾഫേറ്റും പാം ഓയിലും ഫ്രീ ആയിട്ടുള്ള ബേസ് വാങ്ങുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതിന് ഒരു 100 ഗ്രാം കട്ട് ചെയ്തെടുക്കുകയാണ്, രണ്ടും കൂടെ മിക്സ് ചെയ്ത്. അപ്പോൾ ഞാൻ 50 ഗ്രാം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഗ്ലിസറിൻ ബേസ് ഞാൻ 50 ഗ്രാം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 100 ഗ്രാം സോപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 110 ഗ്രാമൊക്കെ എടുത്താൽ തന്നെയാണ് നമുക്കൊരു 100 ഗ്രാം കിട്ടും. കാരണം പാത്രത്തിലൊക്കെ പോയിട്ട് അങ്ങനെ. അപ്പോൾ ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇങ്ങനെ പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം ഇതിനെ. അപ്പോൾ വെള്ളം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴേ ഒന്ന് ഇറക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് തീ കുറച്ച് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ ആ വെള്ളമെല്ലാം നമ്മൾ ഈ സോപ്പിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോഴെപ്പോഴും തിളച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് മാത്രമേ യൂസ് ചെയ്യാവൂ. എല്ലാം ഒന്ന് നന്നായിട്ട് മെൽറ്റായി കിട്ടട്ടെ. അപ്പോൾ ഏകദേശം എല്ലാം മെൽറ്റായിട്ടുണ്ട്. ഇനി ഒരു അല്പം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് മെൽറ്റായിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. കാരണം ഇനിയുള്ള ആ ചൂടിലിരുന്ന് തന്നെ നമുക്ക്, കാരണം വെള്ളം ചൂടായിട്ട് തന്നെ ആയിരിക്കും, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അടുത്ത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ക്യാരറ്റും മഞ്ഞളും കൂടെ ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നേരത്തെ എപ്പോഴും ഞാൻ ക്യാരറ്റ് ഓയിൽ ആഡ് ചെയ്യുന്നറിയാം. ഇത് ഉപ്റ്റൻ ഫേസ് വാഷ് ആയതുകൊണ്ട് ഇത് ഞാൻ നിറച്ചുണ്ടാക്കി നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഒരു വലിയ ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 2-3 കസ്തൂരി മഞ്ഞളും കൂടെ തലേ ദിവസമേ 4-5 കസ്തൂരി മഞ്ഞളിൻ്റെ ഇതുണ്ടല്ലോ കട്ട, അത് തലേ ദിവസമേ ഒരു അല്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിനെ ഇടിച്ചിട്ട് എണ്ണയിലൂടെ ഇട്ട് കാച്ചിയെടുക്കുക. അല്ലെങ്കിൽ അതിലേക്ക് കാച്ചിയതിന് ശേഷം ക്യാരറ്റ് ഓയിൽ കാച്ചിയതിന് ശേഷം അതിലേക്ക് അല്പം ഒരു സ്പൂൺ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഉപ്റ്റൻ ഫേസ് വാഷ് ആയതുകൊണ്ട് ഞാൻ ഈ ഓയിൽ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് റോസ് ഓയിലാണ്. അതായത് റോസ് പൂക്കളിട്ട് കാച്ചിയ ഓയിലാണ്. കാരണം ഞാൻ റോസ് പെറ്റൽസ് ഇതിൽ ഇടുന്നില്ല. കാരണം റോസ് പെറ്റൽസ് എൻ്റെ ഇല്ല ഒന്നത്. പിന്നെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ റോസ് പെറ്റൽസ് ഇടുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് കിട്ടും. പക്ഷേ അത് 2-3 ദിവസം കഴിയുമ്പോൾ ആ റോസാപ്പൂവിൻ്റെ ഇതളുകളൊക്കെ ഒരു കറുത്ത കളറിൽ വരും. അപ്പോൾ അത് കാണാനൊരു ഭംഗി പോലെ. അതുകൊണ്ട് അത് മാത്രമല്ല എൻ്റെ കയ്യിൽ റോസ് പെറ്റൽസ് ഇല്ല. റോസ് പെറ്റൽസ് അത് ഭംഗി കുറവൊന്നും പ്രശ്നമില്ലാത്തവർക്ക് ഇടാം. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ കണ്ട നമ്മുടെ ഉപ്റ്റൻ്റെ ഒരു മഞ്ഞ കളർ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ഓയിലാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്.
അടുത്തായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ഉപ്റ്റൻ. നമ്മളിന്നാണ് ഉണ്ടാക്കി വെച്ചല്ലോ ഫേസ് വാഷ് പൗഡർ. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അത് ഞാനിവിടെ ഇങ്ങനെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു കട്ടകളും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ആൾറെഡി വെള്ളത്തിൽ ചൂടുള്ളത് കൊണ്ട് ഇതങ്ങ് കുറുകിപ്പോവൊന്നുമില്ല. അങ്ങ് ആൾറെഡി വെള്ളം ചൂടായിരിക്കണമല്ലോ, അതുകൊണ്ട് ഇതിലിട്ട് ഒരു കട്ടകളും ഇല്ലാണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഒരു കട്ടകളും ഇരിക്കാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ആ മഞ്ഞ കളർ, ആ ക്യാരറ്റും മഞ്ഞളും കൂടെയുള്ള ഓയിൽ ഒഴിച്ചപ്പോഴേക്കും തന്നെ മഞ്ഞ കളർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി കളറിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കട്ടകളൊന്നും ഇല്ലാതെ ആ പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് എസൻഷ്യൽ ഓയിലാണ്. ഇത് ഓപ്ഷണലാണ്. ഞാൻ ലാവൻഡർ എസൻഷ്യൽ ഓയിൽ എടുത്തിട്ടുണ്ട്. കാരണം എസൻഷ്യൽ ഓയിലെല്ലാം നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനും ഫേസിനും സ്കിന്നിനും എല്ലാം വളരെ നല്ലതാണ്. കാരണം നമ്മൾ അതിലിടുന്ന സാധനങ്ങളെല്ലാം എൻഹാൻസ് ചെയ്യാൻ നന്നായിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടും നമുക്ക്. നല്ലതാണ് എസൻഷ്യൽ ഓയിൽ. അത് മാത്രമല്ല നമ്മുടെ സോപ്പിനൊരു മണവും കിട്ടും. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ ഇതിൽ നിന്ന് ഒരു 2 തുള്ളി ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആഹാ, എന്താ മണം! അതിൻ്റെ മണം ഈ റൂമെല്ലാം ഒന്ന് വ്യാപിച്ചതുപോലെ നല്ല മണം. എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു മോൾഡ് എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അതിനായിട്ട് ഇങ്ങനെ ഒരു മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് ഒരു അല്പം ഓയിൽ തടവി എടുക്കുകയാണ്. ഓയിൽ തടണം നിർബന്ധമൊന്നുമില്ല, അല്ലാണ്ടും വരും. എന്നാൽ ഈസി ആയിട്ട് വരാൻ വേണ്ടി ഞാനൊന്ന് അല്പം ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ്. അപ്പം ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചെനിക്കൊന്ന് മിച്ചം വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അല്പം ഒന്ന് തട്ടി കൊടുക്കാം. കാരണം ഇങ്ങനെ അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോകാനാണ്. ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ തട്ടി കൊടുത്തിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുകയാണ്. ഈ സൈഡിലൊക്കെ ആയതൊന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് 1 മണിക്കൂറൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് അൺമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ സോപ്പ് ഇവിടെ, ഉപ്റ്റൻ സോപ്പ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഉപ്റ്റൻ സോപ്പ് ഇവിടെ റെഡിയാണ്. കണ്ട ആ ഉപ്റ്റൻ്റെ ആ കളറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്റ്റൻ സോപ്പ് ഇവിടെ റെഡിയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ബേസൊക്കെ വാങ്ങുമ്പോൾ പാരബൺ, സൾഫേറ്റ്, SLES, പാം ഓയിൽ ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള സോപ്പ് വാങ്ങുക. വില കുറച്ചുള്ള ബേസും നമ്മൾ ഓൺലൈനിൽ നിന്നാലും ശരി അല്ലാതെയും വാങ്ങിയാൽ അതിന് ശരിക്കുള്ള ബെനിഫിറ്റ്സ് കിട്ടില്ല എന്ന് മാത്രമല്ല നമുക്ക് സ്കിന്നിനെ ഡ്രൈ ആക്കും. അതുപോലെ തന്നെ റെഗുലറായിട്ട് പാരബൺ, സൾഫേറ്റ് അടങ്ങിയ സോപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്കിൻ ഡിസീസൊക്കെ വരും. നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മാക്സിമം സോപ്പുകളും പാരബണും സൾഫേറ്റും പാമയിലും അതുപോലെ വേസ്റ്റേജ് ആയിട്ടുള്ള എണ്ണ എടുത്തും അതുപോലെ തന്നെ മൃഗക്കൊഴുപ്പൊക്കെ എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പാം ഓയിൽ, പാരബൺ, സൾഫേറ്റ് എല്ലാം ഫ്രീ ആയിട്ടുള്ള ബേസ് അങ്ങനത്തെ ഡീലേഴ്സിൽ നിന്ന് വാങ്ങിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തികച്ചും ഇത് കെമിക്കൽ ഫ്രീ ആണ്. ഇത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സോപ്പുകൾ ചെയ്തു തരുന്നതായിരിക്കും. അതും കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വില കുറച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഈ സോപ്പ് മാത്രമല്ല, മുൾട്ടാണി മിട്ടി സോപ്പ്, മുൾട്ടാണി മിട്ടിയെല്ലാം നമ്മുടെ സ്കിന്നിലുള്ള മൊത്തം അഴുക്കെല്ലാം മാറ്റി ടാൻ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ അലോവേര സോപ്പ്, നീം ആൻഡ് തുളസി സോപ്പ്, ഇതെല്ലാം സ്കിൻ അലർജി പോലുള്ള പ്രശ്നമുള്ളവർക്കെല്ലാം ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അലോവേര, തുളസി, നീം, അതുപോലെ തന്നെ പനിക്കൂർക്ക, നമ്മുടെ നവരപ്പച്ചല, അതെല്ലാം എടുത്ത് നമ്മൾ സോപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ ടർമറിക്, ഉപ്റ്റൻ സോപ്പ്, അതുപോലെ ഗോട്ട് മിൽക്ക് സോപ്പ്. ഞാൻ ആൾറെഡി ഗോട്ട് മിൽക്ക് സോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കസ്റ്റമറിന് വേണ്ടിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു കസ്റ്റമർ കേട്ടതിനനുസരിച്ച്. അപ്പം ഈ സോപ്പുകളെല്ലാം നമ്മൾ തികച്ചും കെമിക്കൽ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി. ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. ആ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇത് നമ്മൾ തീർച്ചയായിട്ടും കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല വില കുറച്ച് അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം അത് മാത്രമല്ല, ഇത് തികച്ചും നാച്ചുറലാണ്. അപ്പം ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ വൈറ്റനിങ്, നിയാസിനമൈഡ്, അലിനെറ്റ്, കോജിക്ക് ക്രീം ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലിപ് ബാം ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആയുർവേദ ലിപ് ബാം, ദിനേശവലി ലിപ് ബാം, ക്യാരറ്റ് ലിപ് ബാം, നോർമലായിട്ടുള്ള എല്ലാ ലിപ് ബാമും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യും.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.